വീണ്ടും ഒരു ഇഫ്താർ സ്നാക്കും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ളൊരു ബ്രെഡ് പിസയാണ് ഇന്ന് ചെയ്യുന്നത്. മിനി ബ്രെഡ് പിസ, നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത്. പിന്നെ കൂടുതൽ പേർക്കും ഓയിലി സ്നാക്സിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ ഇത് ഒട്ടും ഓയിൽ ചേർക്കാത്ത ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അധികമൊന്നും ഓയിൽ വേണ്ട കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അത്രയും കുറച്ച് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ കുറച്ച് മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓയിലൊന്നും ചേർക്കാതെ ഈ ഒരു ഉള്ളിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് മൈക്രോവേവിൽ വേണമെങ്കിൽ 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ റെഡിയായി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഓവൻ ഇല്ലാണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പാനിൽ ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതും പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിക്കോളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഒരു ക്യാരറ്റിൻ്റെ പകുതി ഉണ്ടാവും. അപ്പോൾ അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്താൽ നല്ല ഉണ്ടാവും, നല്ല കളർഫുൾ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിതിൽ സോയ സോസും ചേർക്കുന്നുണ്ട്, പിന്നെ ചീസും ഉണ്ട്. അപ്പോൾ ഉപ്പ് ഉണ്ടാവും, കുറച്ച് മാത്രമേ ഇപ്പം ചേർക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 100 ഗ്രാമോളം ചിക്കന് ബോൺലെസ് പീസ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചു. അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുക്കുകയല്ല ചെയ്തത്, കൈ വെച്ചിട്ട് ഇതുപോലെ പിച്ചെടുക്കുകയാണ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ഒന്നും അധികം കുക്ക് ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ മാത്രമേ വേണ്ടൂ. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി കളറാക്കണം എന്നുണ്ടെങ്കിൽ മറ്റേ 2 കളറുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലോ, യെല്ലോ, റെഡ്, അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം സോയ സോസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം കുറച്ച് മല്ലിയിലയും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പിസ്സൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും ഓവറായിട്ട് കുക്കാവരുത് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മുട്ട ആവശ്യമുണ്ട്. ആ ഒരു മുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട അങ്ങനെ ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഇപ്പോൾ ബ്രെഡിന് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കണം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫില്ലിംഗ് വെച്ചിട്ട് ഒരു 9 എണ്ണം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് 9 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് ചപ്പാത്തി റോളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. അധികം നൈസാക്കിയൊന്നും വേണ്ട, ഒന്നങ്ങ് പരത്തിയെടുത്താൽ മാത്രം മതി. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൻ്റെ മൂടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ നടുവിലാണ് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കൈ ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ട് അതിൻ്റെ നടുവിൽ നമുക്കൊന്ന് നനച്ച് കൊടുക്കണം. നടുവിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. കുറച്ച് ഫില്ലിംഗ് മാത്രമേ വെച്ച് കൊടുക്കണ്ടൂ. സൈഡിലൊന്നും അധികം സ്പ്രെഡ് ആവണ്ട, നടുവിൽ മാത്രം വെച്ചാലാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുക. ഇനി ഞാനിപ്പോൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ച മുട്ടയുണ്ടല്ലോ, അത് 1-2 ടീസ്പൂണോളം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബ്രെഡ് കുതിർന്നു പോകണ്ട, ഒഴിച്ചിട്ട് ഫില്ലിംഗ് ഒന്ന് നനച്ചെടുത്താൽ മാത്രം മതി മുട്ട വെച്ചിട്ട്. ഞാൻ മുട്ട നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോസറല്ല ചീസാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ആ ഫില്ലിംഗ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചീസ് വെച്ച് കൊടുക്കുക. സൈഡിലേക്കൊക്കെ ചീസ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ലാസ്റ്റ് നമ്മൾ പിസ്സ ഉണ്ടാക്കി എടുത്തതിന് ശേഷം ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോകില്ല ചീസ് മുകളിലുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്നും കൂടി ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ബ്രെഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നടുവിലായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. പിന്നെ മുട്ട വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നനച്ചെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് എല്ലാം റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തവ എടുത്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ ആകുമ്പോൾ ബ്രെഡിൻ്റെ താഴ്ഭാഗം പെട്ടെന്നൊന്നും അങ്ങനെ കരിഞ്ഞു പോകില്ല. നമ്മൾ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് നമ്മൾ എന്തായാലും ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ താഴ്ഭാഗം അങ്ങ് കരിഞ്ഞു പോകില്ല ഇങ്ങനെ വെക്കുമ്പം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാതെ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ താഴ്ഭാഗം നല്ല ക്രിസ്പി ആയി പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. ഇനിയിപ്പോൾ നിങ്ങൾ തവ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അലുമിനിയം പാത്രത്തിൻ്റെ ഒക്കെ മൂടി ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്താലും മതി. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഫ്രൈ പാൻ എടുത്ത് വെക്കുക. ഈ ഒരു ഫ്രൈ പാനിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ തവ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ച പിസ്സ വെച്ച് കൊടുക്കുക. ഇപ്പോൾ മിനി പിസ്സയാണ്. ഒരു സമയം നമുക്ക് 5-6 ബേക്ക് ചെയ്തെടുക്കാം. 6 എണ്ണമാണ് ഞാൻ ഒരു സമയം ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് വെരി ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റിൻ്റെ അടുത്താവുന്നുണ്ട്. ഒരു 12 മിനിറ്റ് ആകുമ്പോൾ തന്നെ റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഫ്ലെയിം പോലെ ഇരിക്കും, നോക്കിയിട്ട് ചെയ്യാം. ഒരു മാക്സിമം 15 മിനിറ്റ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കാണുന്ന ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ചീസ് മെൽറ്റായി കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ഫില്ലിങ് വെച്ചിട്ടും ചെയ്യാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ എഗ്ഗിൻ്റെ ഫില്ലിങ് വെക്കാം. അതുപോലെ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഇതുപോലെ തന്നെ എല്ലാം ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പേർക്കും ഉള്ള ഡൗട്ടായിരിക്കും ഫില്ലിങ് പുറത്തേക്ക് പോകില്ലേന്ന്. ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാനിങ്ങനെ കമിഴ്ത്തി കൊടുത്തിട്ട് വരെ ഫില്ലിങ് പുറത്തേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ പുറത്തൊക്കെ നമ്മൾ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താർ പാർട്ടിക്കും തക്കാരത്തിനൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ല റെസിപ്പി തന്നെയാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്